26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. ചർച്ചകൾക്ക് എത്രത്തോളം പ്രസക്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആക്രമണവും പ്രത്യാക്രമണവുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ ചർച്ചകൾ പ്രഹസനമായി മാറിയ ഒരു പാരമ്പര്യമാണ് ഇറാൻ അമേരിക്ക ചർച്ചകൾക്കുള്ളത്. അതുകൊണ്ട് പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. പല പ്രാവശ്യവും ചർച്ചകളുടെ മധ്യയാണ് ചർച്ചകൾ വിജയിക്കുന്നു എന്ന് തോന്നുന്ന ഘട്ടത്തിലാണ് ആക്രമണവുമായി എത്തിയത്. അതുകൊണ്ട് തീർച്ചയായും അമേരിക്ക ഇറാൻ ചർച്ചകളെ കുറിച്ചുള്ള ഏത് ഓപ്റ്റിമിസ്റ്റിക് സംഭാഷണത്തെയും സംശയദൃഷ്ടിയോടുകൂടി മാത്രമേ ലോകം കാണുന്നുള്ളൂ. കഴിഞ്ഞ 5 ദിവസമായി നിരന്തരമായ ആക്രമണങ്ങളാണ്. ആയത്തുള്ള അലി ഖൊമേനിയുടെ ഖബറടക്കം നടക്കുന്ന സമയം മുതൽ ഇറാൻ അമേരിക്ക പോരാട്ടം രൂക്ഷമായി മാറുകയാണ്. ഹോർമൂസ് കടലിടുക്കിന് മേലുള്ള യഥാർത്ഥ നിയന്ത്രണം ആർക്ക്, അത് അമേരിക്കയാകുമോ ഇറാനാകുമോ എന്നതായി മാറിയിരിക്കുന്നു പ്രധാന തർക്ക വിഷയം. ഇപ്പോൾ ആണവ വിഷയം ഏതാണ്ട് വിസ്മൃതിയിലാണ്ട് പോകുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ആണവ വിഷയത്തിൽ തുടങ്ങിയ ചർച്ചകൾ ആണവ വിഷയത്തിൽ ധാരണയായില്ല എന്നത് മാത്രമല്ല, മറ്റ് വിഷയങ്ങളിലേക്ക് വഴിമാറി പോകുന്നതാണ് കണ്ടത്. അതുവരെ വിഷയമേ ആയിരുന്നില്ലാത്ത സ്വതന്ത്ര കപ്പൽപാതയായിരുന്ന ഹോർമൂസ് രണ്ടു കൂട്ടരും, അമേരിക്കയുടെ വക ഇറാന് നേരെയുള്ള ഹോർമൂസ് ഉപരോധം, ഇറാന്റെ വക ലോകത്തിന് നേരെയുള്ള എല്ലാ കപ്പലും സംഭവിക്കുമ്പോൾ, ഒരു ചാക്രിക സ്വഭാവത്തോടുകൂടി സംഭവിക്കുമ്പോൾ ചർച്ചകളുടെ പ്രസക്തി അവിടെ വളരെ തുലവും പരിമിതമായി മാറുകയാണ്. അത് മാത്രമല്ല, ഇപ്പോൾ യഥാർത്ഥത്തിൽ ഗൾഫ് രാജ്യങ്ങൾ, GCC മേഖലയിലെ എല്ലാ ഗൾഫ് രാജ്യങ്ങളും വലിയ ഭയാശങ്കയിൽ തന്നെയാണ്. കാരണം 2 പോർമുഖം തുറക്കേണ്ടതാണ്. ഒന്ന് ബാബൽ മന്ദേബ് വഴി ചെങ്കടലിലേക്കുള്ള പാത, 2 ഹോർമൂസ് വഴി പേർഷ്യൻ ഗൾഫിലേക്കുള്ള പാത. ഇത് 2 പോയിന്റായി കൂടിയാണ്. അങ്ങനെ ഈ ലോകത്തിന്റെ ചരക്ക് ഗതാഗതത്തിന്റെയും എണ്ണ ഗതാഗതത്തിന്റെയും നല്ലൊരു ശതമാനം അഫക്റ്റഡ് ആവുകയാണ്. ലോക വ്യാപാരത്തെ തന്നെ അട്ടിമറിക്കാവുന്ന രീതിയിൽ ഒരു പ്രൊലോങ്ഡ് കോൺഫ്ലിക്റ്റ്, പ്രൊട്രാക്റ്റഡ് കോൺഫ്ലിക്റ്റ് നീണ്ടു നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഇറാൻ അമേരിക്ക വിഷയം എന്നതിനേക്കാൾ കൂടുതൽ ഒരു മേഖലാ പ്രശ്നമായും ആഗോള വിഷയമായും മാറിയിരിക്കുന്നു. അതുകൊണ്ട് പരിഹാരങ്ങളും നയതന്ത്ര ചർച്ചയിൽ പരിഹാരങ്ങൾക്കും ആഗോള സ്വഭാവം വേണ്ടി വരികയാണ്. ഇവിടെ ഇറാനും അമേരിക്കയും തമ്മിൽ ചർച്ച ചെയ്ത് ഡീലിലെത്തിയാൽ പരിഹരിക്കപ്പെടാവുന്ന വിഷയം അല്ലാതെ ആയി മാറിയിരിക്കുന്നു. കാരണം ഡയറക്റ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സായി ഏതാണ്ട് എല്ലാ മധ്യപൗർഷ്യ പ്രദേശത്തെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും ഡയറക്റ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിരിക്കുന്നു. അതുപോലെ ചൈനയും ഇന്ത്യയും ഉൾപ്പെടെ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന മിക്ക രാജ്യങ്ങളും ഇൻഡയറക്റ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സായി മാറുകയാണ്. പല രാജ്യങ്ങളിലെ കപ്പലുകൾ ആക്രമിക്കപ്പെടുമ്പോൾ അവരും രംഗത്ത് വരികയാണ്. ആ രീതിയിൽ വരുമ്പോൾ അന്താരാഷ്ട്ര പരിഹാരം ആവശ്യമായി വരുന്നു. അറ്റ്ലീസ്റ്റ് മേഖലാ പരിഹാരമെങ്കിലും ആവശ്യമായി വരുന്നു. അവിടെ ഇസ്രായേലും ഇറാനും ഗൾഫ് രാജ്യങ്ങളും എല്ലാം ചേർന്ന പരിഹാരമാണ് അവിടെ ആവശ്യം. അമേരിക്ക ഒരു വൈദേശിക ശക്തിയാണ്, ആ മേഖലയുടെ പുറത്തു നിന്നുള്ള ശക്തിയാണ്. മേഖലയുടെ പുറത്തു നിന്നുള്ള ശക്തികൾക്ക് താവളങ്ങൾ അനുവദിക്കുന്ന ഗൾഫ് രാജ്യങ്ങളുടെ നയം, ആ നയവും കൂടുതൽ കൂലങ്കഷമായി പരിശോധിക്കപ്പെടേണ്ടി വരികയാണ്. അതുകൊണ്ട് ഒരുപാട് പുനർവിചിന്തനം ആവശ്യമായി വരും. ഹോർമൂസിന്റെ തുടർന്നുള്ള പ്രവർത്തനം, ഹോർമൂസിലൂടെയുള്ള തുടർ ഗതാഗതം ഏത് രൂപത്തിലാണ്, ഏത് രാജ്യങ്ങൾക്കാണ് അവിടുത്തെ നിയന്ത്രണാവകാശം, അതല്ല ഒരു ധാരണയാണെങ്കിൽ എല്ലാ ഗൾഫ് രാജ്യങ്ങൾക്കും ഇറാനും ഒമാനും പ്രത്യേകിച്ച് മുഖത്തുള്ള, അതായത് ഹോർമൂസിന്റെ നേരിട്ട് അതിർത്തി പങ്കിടുന്ന UAE, ഇറാൻ, ഒമാൻ എന്ന രാജ്യങ്ങൾക്ക് പ്രത്യേകമായ ഫോർമുല എന്തെങ്കിലും മുന്നോട്ട് വയ്ക്കാനുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനമാകേണ്ടതാണ്. അല്ലാതെ അമേരിക്കയും ഇറാനും തമ്മിൽ ആണവ വിഷയത്തിൽ ചർച്ച ചെയ്ത് പരിഹാരമുണ്ടായാൽ മാത്രം ഈ വിഷയം അവസാനിക്കാൻ സാധ്യതയില്ല. കാരണം ചെങ്കടലിലെ ഹൂതികൾക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല. ഇറാന്റെ ഒരു പ്രോക്സി എന്ന ടീമാണ്. അതുപോലെ ഹിസ്ബുള്ള, ലെബനനിലെ ഹിസ്ബുള്ളയ്ക്ക് ഈ വിഷയവുമായി, ഹോർമൂസുമായി നേരിട്ട് ബന്ധമില്ല. അത് ഇറാന്റെ മറ്റൊരു പ്രോക്സിയാണ്. ഇസ്രായേലിനെതിരെ പോരാടുന്ന ഹമാസ്, ഹൂതി, ഹിസ്ബുള്ള, ആ വിഷയത്തിൽ പരിഹാരമുണ്ടാകണം. അതുകൊണ്ട് ഫണ്ടമെന്റലായ പലസ്തീൻ വിഷയം ഉൾപ്പെടെ പലസ്തീൻ ജനതയ്ക്ക് സ്വയം നിർണയാവകാശം, സ്വതന്ത്ര രാജ്യം, സ്വതന്ത്ര പരമാധികാര പലസ്തീനും സ്വതന്ത്ര പരമാധികാര ഇസ്രായേലും ഒരുമിച്ച് തന്നെ ഭൂമുഖത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആത്യന്തിക ഓസ്ലോ കരാറിന്റെ അടിസ്ഥാനത്തിലുള്ള അല്ലെങ്കിൽ പുതിയ കരാറുകളുടെ അടിസ്ഥാനത്തിലുള്ള ആത്യന്തിക പരിഹാരം ഉണ്ടാവണം. അബ്രഹാമിക് കരാറുകൾ ഒരുപക്ഷെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിൽ രമ്യതയോടെ പോകേണ്ടതുണ്ട്. ഇറാനെ കോൺഫിഡൻസിൽ എടുക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളുടെ കരാറുകൾക്ക് മാത്രമേ, അതിന് കരാറുകളല്ല ഇവിടെ വിഷയം, മനസ്സുകൾ രൂപീകരണമാണ്. അല്ലാതെ എഴുതി വയ്ക്കപ്പെടുന്ന കരാറുകൾ, എത്തിച്ചേർന്ന കരാറുകൾ, ഈ 14 ഇന കരാർ അല്ലെങ്കിൽ താൽക്കാലിക കരാർ എത്രത്തോളം നിരർത്ഥകമാണ് എന്ന് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്ന സാഹചര്യങ്ങൾ വെളിവാക്കി. അതുകൊണ്ടാണ് കരാറുകൾക്ക് അതീതമായ കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷേഴ്സ് ആണ് ഇവിടെ ആവശ്യം. സാർ പറഞ്ഞതുപോലെ ആയുധങ്ങൾ കൊണ്ടും ഉപരോധങ്ങൾ കൊണ്ടും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പോരാട്ടം തുടരുകയാണ്. അപ്പോൾ സമാധാന ചർച്ചകൾക്കുള്ള എല്ലാ സാധ്യതകളും അടയുകയാണ്. നിരപരാധികളായ സാധാരണക്കാർ കൊല്ലപ്പെടുന്നത് മേഖലയിൽ വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ എണ്ണപ്പാതകളിലൊന്ന് അടച്ചുപൂട്ടുന്നത് ഇനി ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാകുന്ന ഭീതിയിലല്ലേ അന്താരാഷ്ട്ര സമൂഹം ഇപ്പോഴുള്ളത്?
രാഷ്ട്രങ്ങൾ തമ്മിൽ പോരടിക്കുമ്പോൾ അവിടെ ജരുങ്ങുന്നത് സാധാരണക്കാരായ ആളുകളാണ്. ഒരു സേയിങ് ഉണ്ട്, when elephants fight it is the grass underneath that suffers. അതായത് വലിയ ആനകൾ തമ്മിൽ പുൽത്തകടിയിൽ നിന്നുകൊണ്ട് വലിയ പോരടിക്കുമ്പോൾ ആനകൾ ചവിട്ടി നിൽക്കുന്ന പുൽനാമ്പുകളാണ് ചവിട്ടി മെതിക്കപ്പെടുന്നത്. ആനകൾക്ക് കാര്യമായ ദോഷം ഉണ്ടാവില്ല. അതുപോലെ തന്നെ when elephants make love also it is the same grass that is crushed. അതായത് ആനകൾ സൗഹൃദത്തിൽ കെട്ടി മറിയുമ്പോഴും അതേ പുൽനാമ്പുകൾ തന്നെയാണ് ചവിട്ടി അരയ്ക്കപ്പെടുന്നത്. അതുകൊണ്ട് രാഷ്ട്രാന്തരമായ പോരാട്ടങ്ങൾക്ക് ബലിയാടാവുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. അവരാണ് ഉപഭോക്താക്കൾ, അവരാണ് ഉൽപാദകർ. അവരുടെ ഇക്കോണമിയാണ്, അവരുടെ സ്വൈര ജീവിതമാണ് അഫക്റ്റഡ് ആകുന്നത്. നോക്കൂ, ഗൾഫ് രാജ്യങ്ങളുടെ ഇക്കോണമീസ് അതിന്റെ മെയിൻ സ്റ്റേ എന്ന് പറയുന്നത് ക്രൂഡ് ഓയിലാണ്, അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ് ആണ്. അതിന്റെ വിതരണം സാധ്യമല്ലാതെ വരുമ്പോൾ, ഹോർമോസ് ഉൾപ്പെടെയുള്ള, ചെങ്കടൽ ഉൾപ്പെടെയുള്ള മേഖലകൾ വിതരണയോഗ്യമല്ലാതെ വരുമ്പോൾ, അത് ബ്ലോക്ക്ഡ് ആകുമ്പോൾ ഈ എണ്ണപ്പാടങ്ങൾ അടച്ചിടേണ്ടി വരും. അങ്ങനെ അടച്ചിടാവുന്ന നിലയിലല്ല എണ്ണപ്പാടങ്ങൾ. നിരന്തര ഉത്പാദനം നടക്കേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജീവനുകളാണുള്ളത്. അത് മാത്രമല്ല, അന്യരാജ്യങ്ങളിൽ നിന്നും പ്രവാസികളായി എത്തുന്ന ഇന്ത്യക്കാരായി ഏതാണ്ട് 1 കോടിയോളം പേരാണ് എണ്ണപ്പാടങ്ങളിലും മറ്റ് സമാന്തര വ്യവസ്ഥകളിലുമായി പേർഷ്യൻ ഗൾഫിലെ 6 രാജ്യങ്ങളിലായിട്ടുള്ളത്. അവരുടെ സുരക്ഷ, അവരുടെ ജീവിതം, അവരുടെ ഭവനങ്ങളിൽ തീ പുകയണം നാട്ടിൽ. ഇങ്ങനെയൊക്കെയുള്ള സ്പൈറലിംഗ് ആൻഡ് കാസ്കേഡിംഗ് ഇഫക്റ്റ് ആണ് ഉള്ളത്. അതേപോലെ തന്നെ വ്യക്തികളുടെ, മനുഷ്യരുടെ ജീവനും സ്വത്തിനും ആര് സംരക്ഷണം നൽകും? അമേരിക്ക ഗൾഫ് രാജ്യങ്ങൾക്ക് സംരക്ഷണം നൽകും എന്ന ഒരു പ്രതീക്ഷയിലാണ് അമേരിക്കൻ താവളങ്ങൾ. 19ഓളം താവളങ്ങളാണ് വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്കയ്ക്കുള്ളത്. ഈ സംരക്ഷണം നൽകാൻ കഴിയുന്നില്ല എന്നത് മാത്രമല്ല, ആ താവളങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ നിരന്തരമായി ആക്രമിക്കുന്നത് എന്ന ഒരു നറേറ്റീവ് കൂടെ ഉണ്ട്. അതുകൊണ്ട് എങ്ങനെയാണ് അങ്ങനെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? സുരക്ഷ ഒരുക്കാൻ രാജ്യങ്ങൾക്ക് കഴിയുന്നില്ല. മറ്റു രാജ്യങ്ങളുടെ സുരക്ഷാ കവചം വെറും മരീചികയായി മാറുന്നു. അത് മാത്രമല്ല, കപ്പലുകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ നിങ്ങൾ സഞ്ചരിച്ചോളൂ, ഞങ്ങൾ സംരക്ഷണം തരാം എന്ന് പറഞ്ഞ് സമാന്തരമായ ഒമാൻ തീരത്തുകൂടി പുതിയ കപ്പൽപാത തുറക്കുന്നു. ആ കപ്പൽപാതയിലൂടെ നീങ്ങുന്ന ഏതാണ്ട് എല്ലാ കപ്പലുകളെയും നിരന്തരമായി ഇറാൻ ആക്രമിക്കുന്നു. ആരാവും സംരക്ഷണം നൽകുക? അതുകൊണ്ട് കപ്പൽ ജീവനക്കാരുടെ, നാവികരുടെ, സാധാരണക്കാരുടെ, ഓയിൽ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ, റിഫൈനറികളുടെ എന്ന് വേണ്ട സമസ്ത മേഖലയിലുമുള്ള ആളുകൾ, ജോലി ചെയ്യുന്ന ആളുകൾ, അവരുടെ ജീവനും സ്വത്തിനും ഈ യുദ്ധം വലിയ ഭീഷണി തന്നെയാണ്. അതായത് സൈനികർ തമ്മിലുള്ള പോരാട്ടം എന്നതിന്റെ ഘട്ടത്തിലല്ല ഇപ്പോൾ നിൽക്കുന്നത്. ഈ ജനങ്ങൾ അഫക്റ്റഡ് ആവുകയാണ്. അതുകൊണ്ട് ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ആണ് ഏത് യുദ്ധത്തിനും ഉണ്ടാകുന്നത്. വലിയ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ആണ്. അതേപോലെ തന്നെ പരിഗണിക്കപ്പെടേണ്ട കാര്യമാണ് വൻതോതിൽ ബങ്കർ ബസ്റ്റർ ബോംബുകളും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പാരിസ്ഥിതിക ആഘാതം. ഇപ്പോൾ പിക്കാക്സ് മൗണ്ടൻസ് ആക്രമിക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഒരു പ്രഖ്യാപനം. അതായത് ഇറാന്റെ സാഗ്രോസ് മൗണ്ടൻസ് അതിന്റെ അഭിമുഖമായി സെൻട്രൽ ഇറാനിൽ ഒരു ആണവ നിലയത്തിന് സമീപം നിലകൊള്ളുന്ന ഒരു വലിയ ആണവ സങ്കേതം എന്ന രീതിയിൽ ഒരു തുരങ്ക ശൃംഖലയാണ്. ഏതാണ്ട് ഭൂമിക്കടിയിൽ 100 മുതൽ 600 മീറ്റർ അടി വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ തുരങ്ക ശൃംഖല. അതിന് മുകളിൽ വലിയ പാറക്കെട്ടുകളാണ്, വലിയ മലകളാണ്. ഇത് മുഴുവൻ തുറക്കുന്ന രീതിയിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ യഥാർത്ഥത്തിൽ പ്രയോഗിക്കപ്പെട്ടാൽ അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക നാശം, ഭ്രംശമേഖലകൾ സൃഷ്ടിക്കപ്പെടുകയാണ്. ഭൂചലനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്ന് വേണ്ട വലിയ തോതിലുള്ള പാരിസ്ഥിതിക ആഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള രീതിയിലേക്ക് യുദ്ധം വ്യാപിച്ചാൽ, അത് മാത്രമല്ല എണ്ണ ടാങ്കറുകൾ ആക്രമിക്കപ്പെട്ടാൽ, ആ എണ്ണ പേർഷ്യൻ ഗൾഫിൽ ആകെ പരന്നൊഴുകിക്കഴിഞ്ഞാൽ, അതല്ല എങ്കിൽ റിഫൈനറികൾ, ഓയിൽ റിഗുകൾ, കടലിലുള്ള ഓയിൽ റിഗുകൾ ആക്രമിക്കപ്പെട്ടാൽ, ആ എണ്ണ കടലിൽ പരന്നൊഴുകിയാൽ അപ്പോഴുണ്ടാകുന്ന പാരിസ്ഥിതിക ആഘാതം, അങ്ങനെ പല രീതിയിൽ നോക്കിയാലും ജനജീവിതം ആകെ ദുസ്സഹമാകുന്ന രീതിയിലാണ് യുദ്ധത്തിന്റെ പോക്ക്. ഇതാരുടെയെങ്കിലും ഈഗോയുടെ വിഷയമല്ല, ഡൊണാൾഡ് ട്രംപിന്റെയോ അല്ലെങ്കിൽ ഇറാനിയൻ നേതൃത്വത്തിന്റെയോ ഈഗോയുടെ വിഷയം എന്നതല്ല ഇവിടെ പ്രധാനപ്പെട്ട കാര്യം. മനുഷ്യർക്ക് ഒരു രാജ്യമെന്ന നിലയിൽ ഇറാൻ എക്സെപ്റ്റ് ചെയ്യാൻ കഴിയണം, ഇസ്രായേൽ എക്സെപ്റ്റ് ചെയ്യാൻ കഴിയണം, പലസ്തീൻ ജനതയ്ക്ക് സ്വയം നിർണയാവകാശം ഉണ്ടാക്കണം. അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങൾക്ക് സ്വതന്ത്രമായ ഇക്കണോമിക് ആക്ടിവിറ്റീസുമായി മുന്നോട്ട് പോകാൻ കഴിയണം. അതിന് വിഘാതമാകുന്ന രീതിയിൽ ബാഹ്യശക്തികൾ ഇടപെടുമ്പോൾ അത് വലിയ രീതിയിലുള്ള ജനങ്ങളുടെ ജീവനും സ്വത്തിനും സ്വച്ഛന്തമായ ജീവിതം, സമൃദ്ധമായ ജീവനും ഉള്ള ആഘാതമായി മാറിയിരിക്കുന്നു. തികച്ചും അപലപനീയമായ ഒരു കാര്യമാണ്. ഏത് കാരണത്താൽ യുദ്ധം ചെയ്താലും യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല, സമാധാനമേശ തന്നെയാണ് പരിഹാരമാർഗം എന്ന വൈകിയെങ്കിലും ആ ചിന്ത രാജ്യങ്ങൾക്ക് ഉണ്ടാകുമെങ്കിൽ നന്ന്.
ഒരു കാര്യം കൂടെ, മിഡിൽ ഈസ്റ്റിലെ മറ്റൊരു ശാശ്വത യുദ്ധം അമേരിക്കൻ ജനത ഒട്ടും ആഗ്രഹിക്കുന്നില്ല. വിയറ്റ്നാം യുദ്ധത്തിലും ഇറാഖ് അധിനിവേശത്തിലും സംഭവിച്ചതുപോലെ വലിയൊരു സൈനിക ചതുപ്പിലേക്ക് വീഴാൻ ട്രംപ് ഭരണകൂടത്തിന് ഭയമുണ്ട്. ഒപ്പം അമേരിക്കൻ ഉപഭോക്താക്കൾ നേരിടുന്ന ഈ വിലക്കയറ്റം വരാനിരിക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയെ ദോഷകരമായി ബാധിക്കുമെന്ന് മറ്റൊരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തം സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്താൻ നോക്കുന്ന അമേരിക്കയുടെ തന്ത്രങ്ങൾ പരാജയപ്പെടുകയാണോ ചെയ്യുന്നത്? ആധുനിക ലോകത്ത് ഒരു യുദ്ധവും പൂർണ്ണമായി ഒരു ശക്തിക്കും വിജയിക്കാനാവില്ല. അതിന്റെ മകുട ഉദാഹരണങ്ങളാണ് ഇസ്രായേൽ ഹമാസിനെതിരെ നടത്തിയ യുദ്ധം. പൂർണ്ണ വിജയത്തിലെത്തി എന്ന് പറയാനാവില്ല. നാശനഷ്ടങ്ങൾ ഉണ്ടായി. ലെബനനിൽ ഏതാണ്ട് 73,000-ഓളം പേരാണ് ഗാസയുടെ മണ്ണിൽ പൊരിഞ്ഞു വീണത്. അതുപോലെ ലെബനനിലേക്ക് നടത്തിയ ആക്രമണങ്ങൾ, ഇപ്പോഴും ഹിസ്ബുള്ള പ്രത്യാക്രമണം നടത്തുന്നു. അതുകൊണ്ട് ഏത് യുദ്ധമാണ് അവസാനിപ്പിക്കാൻ കഴിഞ്ഞത്? ഉക്രൈന് നേരെ റഷ്യ നടത്തിയ ആക്രമണം അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിസൈൽ അയക്കുകയാണ്. അതുകൊണ്ട് വിയറ്റ്നാം യുദ്ധം വർഷങ്ങളോളം പൊരുതിയിട്ടും അമേരിക്കയ്ക്ക് വിയറ്റ്കോങ് ഗറില്ലകളെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. അഫ്ഗാനിസ്ഥാനിൽ താലിബാനെ പുറത്താക്കാൻ വേണ്ടി നടത്തിയ യുദ്ധത്തിൽ താലിബാൻ പുറത്തായി. പക്ഷെ അതേ താലിബാന് തന്നെ അധികാരം വിട്ടുകൊടുത്തുകൊണ്ട് അമേരിക്കയ്ക്ക് പിന്മാറേണ്ടി വന്നു. അതുപോലെ ഇറാഖിൽ സദ്ദാം ഹുസൈനെ പുറത്താക്കി. അതിനുശേഷം ഒരു പാവ ഭരണകൂടം സ്ഥാപിച്ചു. അപ്പോൾ രാജ്യം ഇറാഖിന്റെ ചില ഭാഗങ്ങളും സിറിയയുടെ ഭാഗവും ISISന്റെ കീഴിലേക്ക്, ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ കീഴിലേക്ക് പോയി. പിന്നെ വലിയ സൂചി കൊണ്ടെടുക്കാവുന്നതിനെ തൂമ്പ കൊണ്ടും JCB കൊണ്ടും എടുക്കേണ്ട അവസ്ഥയിലായി. അതുകൊണ്ട് ഒരു യുദ്ധവും, ബാഹ്യ ഇടപെടലുള്ള ഒരു യുദ്ധവും പൂർണ്ണ വിജയത്തിൽ എത്തി നിൽക്കില്ല എന്ന ബോധം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുണ്ടെങ്കിൽ അത് നല്ലതാണ്. അത് മാത്രമല്ല, അമേരിക്കൻ ഡിസിഷൻ മേക്കിംഗ് അപ്പാരറ്റസ് അതൊരു കോംപ്ലക്സ് പ്രൊസീജിയറാണ്. അവിടെ ഒരു ചെക്സ് ആൻഡ് ബാലൻസ് സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത്. അമേരിക്കയിൽ എക്സിക്യൂട്ടീവായ അമേരിക്കൻ പ്രസിഡന്റിന് അനിയന്ത്രിതമായ യുദ്ധ അധികാരങ്ങൾ ഉണ്ടാവരുത് എന്നാണ് അമേരിക്കൻ ഭരണഘടന നിഷ്കർഷിക്കുന്നത്. അതിന്റെ ഭാഗമായി വേണമെങ്കിൽ പാർലമെന്റിനോ ഫെഡറൽ കോടതിക്കോ വേണമെങ്കിൽ പ്രസിഡൻഷ്യൽ അധികാരത്തെ പരിമിതപ്പെടുത്തി കൊണ്ടുവരാം. അതിനുള്ള ശ്രമങ്ങൾ അമേരിക്കൻ കോൺഗ്രസിന്റെ 2 മണ്ഡലങ്ങളായ ഉപരിമണ്ഡലമായ സെനറ്റിലും അധോമണ്ഡലമായ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിലും നടന്നുകൊണ്ടിരിക്കുന്നു. ട്രംപ് കൂടുതൽ പണം ആവശ്യപ്പെട്ടുകൊണ്ട് സെനറ്റിനെ സമീപിച്ചു. സെനറ്റ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 46-നെതിരെ 50 വോട്ടോടുകൂടി യുദ്ധത്തിന് കൂടുതൽ പണം ആവശ്യമാണ് എന്ന ട്രംപിന്റെ ആ ഒരു വാദം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അത് മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റിന് നിയന്ത്രണമില്ലാത്ത യുദ്ധ അധികാരങ്ങൾ നൽകുന്ന വാർ പവേഴ്സ് ആക്ട് അതിൽ ഭേദഗതി കൊണ്ടുവന്നിരിക്കുകയാണ്. അത് സെനറ്റും ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സും അതിൽ ട്രംപിന്റെ അധികാരത്തെ നിയന്ത്രിക്കണം, അമേരിക്കൻ പ്രസിഡന്റിന്റെ അധികാരത്തെ നിയന്ത്രിക്കണം എന്ന രീതിയിൽ പ്രമേയം പാസ്സാക്കിയിരിക്കുകയാണ്. ഇങ്ങനെ വരുമ്പോൾ ഒരു ബാലൻസിങ് ഇഫക്റ്റ് അവിടെ ഉണ്ട്. അതുകൊണ്ട് നിയന്ത്രണമില്ലാതെ തുടർച്ചയായി യുദ്ധം, ഇറാനിലെ അമേരിക്കൻ യുദ്ധം നീങ്ങാനാവില്ല. അത് മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റായ ട്രംപിന് കിട്ടിയ മാൻഡേറ്റ് എന്ന് പറയുന്നത് യുദ്ധമില്ലായ്മയ്ക്കുള്ള മാൻഡേറ്റ് ആണ്, യുദ്ധങ്ങൾ അവസാനിപ്പിക്കാനുള്ള മാൻഡേറ്റ് ആണ്. അമേരിക്കയുടെ പണം മറ്റു രാജ്യങ്ങളിൽ അനാവശ്യമായി ചെലവഴിക്കാതിരിക്കാൻ, മറ്റുള്ളവരുടെ യുദ്ധത്തിൽ അമേരിക്ക പങ്കെടുക്കാതിരിക്കാൻ ലഭിച്ച മാൻഡേറ്റ് ആണ് ട്രംപിന് ലഭിച്ച മാൻഡേറ്റ്. അപ്പോൾ ട്രംപ് പുതിയ യുദ്ധമുഖങ്ങൾ തുറക്കുന്നത് ട്രംപിന്റെ തന്നെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, മാഗ എന്ന ക്യാമ്പയിന്റെ സ്പിരിറ്റിനെതിരാണ്. അതുകൊണ്ട് തന്നെ വെൻ യു ഇന്റർപ്രറ്റ് ദ മാൻഡേറ്റ്, കൂടുതൽ ആഴത്തിൽ അമേരിക്കൻ ജനവിധിയെ, ഈ അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിലെ ജനവിധിയെ പോലും കൂടുതലായി ആഴത്തിൽ പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. ആ ഒരു ചിന്ത അമേരിക്കയിൽ പ്രബലമാണ്. ഒരു ജനാധിപത്യ രാജ്യമാണ് അമേരിക്ക, സ്വയം തിരുത്താനുള്ള കപ്പാസിറ്റി ഉള്ള രാജ്യവുമാണ്. അതുകൊണ്ട് ദീർഘകാല അടിസ്ഥാനത്തിൽ പശ്ചിമേഷ്യയിലോ ഉക്രൈനിലോ വേറെ എവിടെയെങ്കിലും മേഖലയിൽ പെട്ടുകിടക്കാൻ അമേരിക്കൻ ജനത ഒരുപക്ഷെ അമേരിക്കൻ ഭരണകൂടത്തെ അനുവദിക്കില്ല എന്നതാണ് ശുഭോദർക്കമായ ഒരു കാര്യം. പക്ഷെ അത് എപ്പോൾ എങ്ങനെ നടക്കും എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ആശയക്കുഴപ്പം ഉണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.